നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും മിണ്ടുന്നില്ല. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ഇന്നാണ് കൂടുതൽ വ്യക്തമായത്. മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP RS നേതാക്കളുമായി ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ ADGP തന്നെ അത് സമ്മതിച്ചിരിക്കുന്നു. 2023 ഡിസംബറിലാണ് RSSൻ്റെ നേതാവ് റാം മാധവുമായി കോവളത്ത് ഹോട്ടലിൽ വെച്ച് ADGP ചർച്ച നടത്തിയത്. അതിനു മുമ്പ് 2022 മെയ്യിൽ RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ദസബലയുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്നുള്ള, തൃശ്ശൂരിൽ നിന്ന് ചർച്ച നടത്തിയെന്നുള്ള വിവരവും പുറത്തു വന്നു. അദ്ദേഹം ചർച്ച നടത്തിയെന്നുള്ള കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് RS നേതാക്കളുമായി താങ്കൾ ചർച്ച നടത്തിയത് എന്നുള്ള ഒരു ചോദ്യം ADGPയോട് ചോദിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും PV അൻവറുമൊക്കെ ADGPക്കെതിരെ RSS ബന്ധം ആരോപിച്ച് വാർത്താസമ്മേളനം നടത്തിയ ശേഷമാണ് എന്തിനായിരുന്നു ADGP അവിടെ പോയത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി അന്വേഷിച്ചത്. ശരിക്കും മുഖ്യമന്ത്രിക്ക് ഇത് അറിയാഞ്ഞിട്ടാണോ അതോ അറിയേണ്ട എന്ന് വെച്ചിട്ടാണോ? രണ്ടുമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അറിയേണ്ടെന്ന് വെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന് പറഞ്ഞാൽ ദിവസവും വൈകുന്നേരം സംസ്ഥാനത്തെ പോലീസിനകത്തും പോലീസ് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കും. നിർബന്ധമായിട്ടും അത് അദ്ദേഹം അറിയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനാണെങ്കിൽ ആവശ്യത്തിലധികം ഉപദേശകരുമുണ്ട് എല്ലാ മേഖലയിലും. പോലീസിൽ തന്നെ ഉണ്ടല്ലോ. ഇത് അറിയാഞ്ഞിട്ടല്ല. രണ്ടാമതെന്താ ചോദിച്ചത്, അറിയാഞ്ഞിട്ടാണോ അറിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? രണ്ടുമല്ല. അദ്ദേഹത്തിൻ്റെ നിസ്സഹായത എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ഒരു ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന DGP DGP പദവിയിലുള്ള ക്രമസമാധാന ചുമതലയുള്ള സെൻകുമാറിനെ കുറിച്ചിട്ട് മൂപ്പർ പറഞ്ഞത്, നിയമസഭയിൽ പറഞ്ഞത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമസ്കാരം. അദ്ദേഹം പറഞ്ഞത് സെൻകുമാർ RSSകാരനാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കി, അതുകൊണ്ട് മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് ചുമതലയിലുള്ള ആളുകൾ RSSുമായിട്ട് ബന്ധമുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കാനും മാറ്റി നിർത്താനും കഴിയുമല്ലോ. ഇദ്ദേഹത്തിന് തന്നെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പോൾ ഇത് ഈ സമയത്ത് മാത്രം ഇത് അറിയാത്ത പ്രശ്നമോ അറിയാതിരിക്കാൻ വിചാരിച്ച പ്രശ്നമൊന്നുമില്ല, അറിഞ്ഞത് തന്നെയാണ്. പക്ഷേ നിസ്സഹായാവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബാക്കി എല്ലാ മേഖലയിലും നടക്കുന്ന കാവ്യവൽക്കരണം പോലീസിനകത്ത് മാത്രം നടക്കാതിരിക്കില്ലല്ലോ. വളരെ കൃത്യമായിട്ട് അത് നടക്കുന്നുണ്ട്. അത് കേരളത്തിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലാത്തിടത്ത് BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ 15 വർഷമായിട്ട് BJP ഭരിച്ചിട്ടുള്ള, നരേന്ദ്രമോദി തന്നെ 15 വർഷമായിട്ട് ഭരിച്ചിട്ടുള്ള ഗുജറാത്തിൽ, അല്ലെങ്കിൽ ഇപ്പം ഭരണത്തിലിരിക്കുന്ന UPയിൽ, ഇതേപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJPയുടെ കാര്യങ്ങൾ അവർ BJP മുഖാന്തരം നടക്കുന്നുണ്ടെങ്കിൽ, BJP ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ തന്നെയുമല്ല, അങ്ങനത്തെ ഒരു പൂർണ്ണ ഹൈന്ദവ സംസ്കാരം ഇല്ലാത്ത, ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ സംസ്കാരം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ RSS സ്ട്രക്ചറലായിട്ട് ഈ ഭരണ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ട്രക്ചറലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നടത്തിയതിൽ ഏറ്റവും ഗംഭീരമായിട്ട് അവിടെ നടത്തി വിജയിച്ചത് ഹരിയാനയിലാണ് എന്ന് 1-2 വർഷം മുമ്പ് ഒരു ലേഖനം വായിച്ച് ഞാൻ ഓർക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡൽഹി എഡിഷനിൽ വന്ന ഒരു സ്ഥാനത്തിലാണ്. ഹരിയാനയിലാണ് അവർ വളരെ സ്ട്രക്ചറലായിട്ട് ഇതിനകത്ത് നുഴഞ്ഞു കയറി സംഭവങ്ങൾ അവർ നടത്തി വിജയിച്ചത്. ഇപ്പോൾ കേരളത്തിലെ വിവിധ മേഖലകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിട്ടല്ലല്ലോ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട്, ഒരു 2-3 കൊല്ലമായിട്ട് ഈ തുടർച്ചയായിട്ടും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ചാൻസലർ പണി മാത്രമാണ്. അതിൻ്റെ ഫലം എന്താണ് ഉണ്ടായത്? അതിൻ്റെ ഫലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും അടുത്ത 1-2 തെരഞ്ഞെടുപ്പുകളൂടെ നടക്കുന്നതോട് പൂർണ്ണമായിട്ട് RSSൻ്റെ കയ്യിലെത്തിപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ സകല മേഖലയിലും വളരെ കൃത്യമായിട്ട് സഫ്രണൈസേഷൻ്റെ പരിപാടി RSS സ്ട്രക്ചറലായിട്ട് എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരള പോലീസ് വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെൻകുമാറിനെ മാറ്റിക്കഴിഞ്ഞപ്പം അതിനേക്കാട്ടും ശക്തനായ കടുക്കനിട്ടവൻ പോയാൽ കമ്പനിട്ടവൻ വരും എന്ന് പറഞ്ഞ പോലെ സെൻകുമാർ പോയപ്പം അതിനേക്കാളും ശക്തനായ ഒരുത്തൻ വരുന്നു എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നു. ഈ പറയുന്ന RSS ക്യാമ്പിലേക്ക്
പിന്നെ ADGP അജിത് കുമാർ ചെല്ലുന്നു എന്ന് പറഞ്ഞ RSS ക്യാമ്പുണ്ടല്ലോ, RSS ക്യാമ്പിൻ്റെ ക്യാമ്പ് ഓഫീസർ ആരാ? നമ്മളൊക്കെ പറയും ക്യാമ്പ് ഓഫീസർ എന്ന്. RSSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സർവാധികാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു SP ആണ്. കേരള പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു SP ആണ് അവിടെ ഇരുന്നിട്ട് ഈ ക്യാമ്പ് നയിക്കുന്നത്. അങ്ങനത്തെ ക്യാമ്പിലേക്ക് ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള ADGP കടന്നു ചെല്ലുന്നത് എന്തിനാണ്? കേരളത്തിൻ്റെ ഇതിൻ്റെ മാത്രമല്ല, ക്രമസമാധാനത്തിൻ്റെ മാത്രമല്ല, ഇൻ്റലിജൻസിൻ്റെയും ചുമതലയുള്ള ADGP കടന്നു ചെല്ലുന്നത് എന്തിനായിരിക്കുന്ന ആലോചിച്ചാൽ മതിയല്ലോ. ഒന്നത്. രണ്ട്, ഇതിൻ്റെ വേറൊരു ഭാഗം കൂടിയുണ്ട്. ഇപ്പം ADGP അജിത് കുമാറിൻ്റെയൊക്കെ പ്രായത്തിലുള്ള എന്ന് പറഞ്ഞാൽ സർവീസിൽ ഇനിയും കാലം ബാക്കിയുള്ള IPSകാർക്ക് കേരള പോലീസിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ കേന്ദ്ര പോലീസിനെയും കേന്ദ്ര സർക്കാരിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ കേരള സർക്കാരിനെ ബഹുമാനിക്കണം. കേരള സർക്കാരിൻ്റെ ആളുകൾ വിളിച്ചാൽ ചെല്ലണം. ഇത്തരം സംഗതികളൊക്കെ ഉണ്ട്. അവർക്കൊരു പിന്നെ ആഗ്രഹങ്ങളുണ്ടാവും, മോഹങ്ങളുണ്ടാവും, പേടികളുണ്ടാവും. ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ നിങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ്, കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞിട്ട് വരച്ച വരയിൽ അവരെ നിർത്തണമെങ്കിൽ അതിന് മാത്രമുള്ള ഒരു ഗഡ്സ് കേരളം ഭരിക്കുന്നവർക്കുണ്ടായിരിക്കണം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഈ സാധനത്തിൽ തെളിയുന്നത്. ഇന്നലെ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മിണ്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നെ ആകെപ്പാടെ മിണ്ടിയത് പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ചോദിച്ചത് വളരെ നിസ്സഹായമായ ചോദ്യമാണ് ചോദിച്ചത്, പോയി കണ്ടാൽ ഞങ്ങൾക്ക് എന്താന്നുള്ള ചോദ്യത്തിന് വേറൊരു അർത്ഥമുണ്ട്. ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള അതിൻ്റെ അർത്ഥം. നിസ്സഹായ അവസ്ഥയാണിത്. പരിപൂർണമായിട്ട് കേരള പോലീസ് പിന്നെ സഫറിന് ശേഷം ഇപ്പം ഏതാണ്ട് ഒരു 1987-88 ശേഷമാണ് 90-കളോട് കൂടിയിട്ടാണ് പിന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ RSS ഹിന്ദു പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തല്ല, ഹിന്ദു സംഘടനയുടെ വിശ്വ ഹിന്ദു പരിഷത്തല്ലാത്ത ഹിന്ദു ഏകീകരണ സമിതി എന്നൊക്കെ പറയുന്ന സംഘടനകളുടെ ഹിന്ദു ഐക്യവേദി എന്നത് തമിഴിൽ പറയാൻ പറ്റുന്ന സംഘടനകളുടെയൊക്കെ നേതാവായിരുന്നൊരു പിന്നെ രാം ഗോപാൽ എന്ന് പറഞ്ഞൊരു കക്ഷി കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു വളരെ കൃത്യമായിട്ട് തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ ലോക്കൽ തലം മുതൽ സ്റ്റേറ്റ് തലം വരെയുള്ള പോലീസുകാർക്ക് ക്ലാസ് എടുത്ത് അവരെ ഇതാക്കി കൊണ്ടുവന്നിട്ടായിരുന്നു തമിഴ്നാട് പോലീസിനെ പിന്നെ ഈ കാവ്യവൽക്കരിച്ചത്. അങ്ങനെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ കാവ്യവൽക്കരണത്തിലെ ഏറ്റവും വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് ഇതോടുകൂടി തെളിയുന്നത്. സെൻകുമാറിന് പോയ ശേഷം അതിനേക്കാളും ശക്തനായ RSSന് വിവരങ്ങൾ കൊടുക്കാൻ മാത്രം RSSൻ്റെ മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു ക്യാമ്പിൽ വന്നിട്ട് സംസ്ഥാനത്തിൻ്റെ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറാൻ മാത്രം കരുത്തില്ല, അതിനൊരു പേടിയുമില്ലാത്ത, അതിനൊന്നും ഇതിപ്പം ഈ ചെയ്യുന്ന ഈ പോലീസ് ഓഫീസർക്ക് അറിയാത്തതല്ലല്ലോ. അനങ്ങിയാൽ അയാളുടെ ലോഗ് ബുക്ക്, അയാളുടെ റൂട്ട്, അത് അനങ്ങിയാലുള്ള മുഴുവൻ വിവരങ്ങളും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുത്ത് രാത്രി എത്തും എന്നത് അറിയാത്തില്ല. അറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ മാത്രം അവർ കരുത്തരായി കഴിഞ്ഞെങ്കിൽ, RSSും അതിൻ്റെ ആളുകളും കരുത്തരായി കഴിഞ്ഞെങ്കിൽ അതിനർത്ഥം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളും സംസ്ഥാനത്തെ ഭരണകൂടവും അത്രമാത്രം പിന്നെ നിസ്സഹായരും അത്രമാത്രം നിസ്വരുമായി കഴിഞ്ഞു എന്നതാണ്. ഇത് അറിഞ്ഞില്ല എന്ന് വെച്ചിട്ടല്ല, അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തൊരു കാര്യം ഞാനിത് അറിഞ്ഞിരുന്നു എന്ന് നടിക്കുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ട് ഗോവിന്ദ മാഷ് പറഞ്ഞ അതേ സാധനം തന്നെ പോയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഭാഷയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസം ഇതിലിപ്പം പ്രതിപക്ഷം കുറച്ചുകൂടി കടുത്ത ആരോപണങ്ങളാണ്, കുറച്ചുകൂടി കടത്തിയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് അദ്ദേഹം പോയി ചർച്ചകൾ നടത്തി എന്നതിനേക്കാൾ ഉപരി ഇത് മുഖ്യമന്ത്രി വിട്ടതാണ് ADGP എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് അജിത് കുമാർ അവിടെ പോയത് എന്നുള്ളതാണ്. അല്ല, ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണല്ലോ ഇതിലൊരു കൺഫർമേഷൻ വരുന്നത്, അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ അനൗദ്യോഗിക വഴിയിലൂടെ ഒരു കൺഫർമേഷൻ ഇന്ന് പത്രങ്ങൾക്ക് ലഭിക്കാനിടയായ സാഹചര്യം എന്താണ്? നൗഫൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഇത് എയറിലുണ്ടല്ലോ, ADGP അജിത് കുമാറിന് RSS ബന്ധമുണ്ട്, RSSന് വേണ്ടിയാണ് അയാൾ പണിയെടുക്കുന്നതെന്ന് അൻവർ നേരത്തെ ആക്ഷേപിക്കുന്നു. ശേഷം VD സതീശൻ വന്നിട്ട് ഇദ്ദേഹം ഹൊസബലയെ, കൃത്യം തന്നെ ആളുടെ പേര് പറയുന്നു, ദത്താത്രേയ ഹൊസബലയെ തൃശ്ശൂരിൽ നടന്ന ക്യാമ്പിൽ ADGP അജിത് കുമാർ പോയി കണ്ടു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ തെളിവ് വിടാം എന്നാണ് VD സതീശൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള മാധ്യമപ്രവർത്തകർക്കെല്ലാം അനൗദ്യോഗിക സ്വഭാവത്തിൽ ഈ ഒരു വിവരം ലഭിക്കുകയാണ്, അദ്ദേഹം പോയി കണ്ടിട്ടുണ്ട് എന്ന്. എന്തിനായിരിക്കും അങ്ങനെ ഒരു വാർത്ത ലീക്ക് ചെയ്തത്? ആ വാർത്ത ലീക്ക് ചെയ്തത് അതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസിനാണ് പ്രാധാന്യം. അത് അദ്ദേഹം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഒരു സുഹൃത്ത് വഴിയാണ് പോയത് എന്ന് പറഞ്ഞു. അതെന്തിനാണ് അങ്ങനെ വിവരം പുറത്തേക്ക് വിടുന്നത്? അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല പോയത്. പോയിട്ടുണ്ട് എന്നുള്ള വിവരം എന്തായാലും പുറത്ത് വരും.
അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടല്ല പോയത്, അജിത് കുമാർ ഓൺ ഹിസ് ഓൺ, അങ്ങേര് സ്വമേധയാ താല്പര്യമെടുത്ത് എന്തോ സ്വന്തം കാര്യത്തിന് വേണ്ടി പോയതാണ് എന്നൊരു വിവരം നൗഫലിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വാർത്ത വരുന്നത്. അതൊരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കാണ്, അല്ലെങ്കിൽ ഒരു ഏർലി ഡിഫൻസാണ്. എന്താണ്, മുഖ്യമന്ത്രിയുടെ എന്തെങ്കിലും സവിശേഷമായ ദൂതുമായി പോയതല്ല, പുള്ളിക്കാരൻ പുള്ളിയുടെ എന്തോ സംഗതിക്ക് വേണ്ടി പോയതാണ്, അക്കാര്യത്തിൽ സംഗതികൾ അന്വേഷിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യം ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ ആയില്ലേ? സംഗതി ക്ലിയർ ആയില്ല. അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിയുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ് എന്നുള്ളതാണ് ഇതിലൂടെ, അതിനുവേണ്ടിയാണ് ഈ വാർത്ത ഇന്ന് രാവിലെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സവിശേഷമായിട്ട് എന്തെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് RSSനെ കുറിച്ചൊരു ചുക്കും അറിയില്ല എന്നുള്ളതാണ്. RSSൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നോക്കൂ, കേരളത്തിൽ RSSന് അല്ലെങ്കിൽ BJPക്ക് ഒരു MLA പോലും ഇല്ല. ഒരു MLAയും ഇല്ലാത്ത സംസ്ഥാനത്തും ആ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണെന്ത്? RSS എന്ന് പറയുന്നത്. അതാണ് RSSൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത് എന്തോ ഒരു എന്താണ്, അവർ കടന്നുകൂടിയെന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ അത് അവരുടെ ഒരു സിദ്ധിയാണ്, അവരുടെ ഒരു ശേഷിയാണ്. ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS ആൻഡ് ദ മേക്കിംഗ് ഓഫ് ഡീപ്പ് നാഷൻ എന്ന് പറഞ്ഞൊരു ബൃഹത്തായ പുസ്തകമുണ്ട്, ദിനേശ് നാരായൺ എന്ന് പറഞ്ഞുള്ള ജേർണലിസ്റ്റ് എഴുതിയത്. എങ്ങനെയാണ് RSS പ്രവർത്തിക്കുന്നതെന്നും നമ്മുടെ രാഷ്ട്രത്തിനകത്ത്, എ നേഷൻ വിത്തിൻ ദ നേഷൻ, രാഷ്ട്രത്തിനകത്ത് അവരുടേതായ ഒരു ഭരണ സംവിധാനം അവരെങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്നും അത് ആ പുസ്തകം വിശദമാക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ ഇതിൽ മാത്രമല്ല പറയുന്നത്, അത് RSSൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. നോക്കൂ നൗഫലെ, കേരളത്തിലെ ഒരു ഏറ്റവും സജീവനായ ഒരു മാധ്യമപ്രവർത്തകനോടും നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനോടും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, BJPയുടെ പ്രസിഡന്റ് ആരാണ്, CPMൻ്റെ സെക്രട്ടറി ആരാണ്, ഇതൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും മറുപടി, NCPയുടെ പ്രസിഡന്റ് ആരാണെന്നൊക്കെ ചോദിച്ചാൽ വരെ മറുപടി പറയാൻ പറ്റും. RSSൻ്റെ കേരളത്തിലെ ചീഫ് ആരാണെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ സാധാരണക്കാർക്കല്ല, പത്രപ്രവർത്തകർക്ക് പോലും നല്ലൊരു ശതമാനത്തിന് ആരാണ് കേരളത്തിലെ RSSൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ ചീഫ് ആരാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഒന്നാമത് ഇപ്പോൾ കേരളത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇല്ല RSSന്. കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ 2 സംസ്ഥാനമാണ്. സംസ്ഥാനമൊന്നും അവർ ഉപയോഗിക്കില്ല കേട്ടോ, പ്രാന്തം, 2 പ്രാന്തമാണ്. 10-30 ജില്ലകളുണ്ട് അവർക്ക്. അങ്ങനെയൊക്കെയാണ് അവരുടെ എന്താണ് ഖണ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംവിധാനം. പ്രാന്തപ്രമുഖാണ് ഉണ്ടാവുക. പ്രാന്താണ്, പിന്നെ ജില്ലാ, ഖണ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട്. അപ്പോൾ അത് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവർക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കുവാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുവാൻ, ഇവിടെയുള്ള പാവപ്പെട്ട ഘടകകക്ഷികൾക്കൊക്കെ ഒരു വകുപ്പ് കിട്ടണമെങ്കിൽ MLAമാരൊക്കെ വേണം. ആളുകളെ നിർത്തി മത്സരിപ്പിച്ച് ജയിച്ച് കുറേ അധികം MLAമാരൊക്കെ ഉണ്ടാക്കണം. RSSന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് ആവശ്യമുള്ള വകുപ്പുകൾ ഭരിക്കാൻ അവർക്കറിയാം. അപ്പോൾ അവരേറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന വകുപ്പുകളിലൊന്നാണ് ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, സാംസ്കാരിക വകുപ്പ്. ഇതൊക്കെ നോക്കൂ, ഇന്ത്യയിലെ RSSൻ്റെ വളർച്ചയിൽ, ഇന്ത്യൻ ഹിന്ദുത്വയുടെ വളർച്ചയിൽ ഏറ്റവും നിർണായക സംഭാവന നൽകിയ ഒരു ഘടകമായിട്ട് RSSൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ എല്ലാവരും, ഇന്ത്യൻ ഹിന്ദുത്വയുടെ ചരിത്രം രേഖപ്പെടുത്തിയ എല്ലാവരും ഒരേപോലെ പറയുന്ന സംഭവമാണ് രാമായണ സീരിയലിൻ്റെ സംപ്രേഷണം ദൂരദർശനിലൂടെ. അന്ന് ആരാ ഭരിക്കുന്നത്? അന്ന് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുമ്പോഴാണ്, അതിലൂടെയാണ് ഈ പറയുന്ന റാം ജന്മഭൂമി മൂവ്മെൻറ്റും ഈ റാം എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ ഐക്കൺ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടക്കുന്നത്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സുരേന്ദ്രൻ കഷ്ടപ്പെട്ട് കുറേ MLAമാരുണ്ടാക്കി ഭരണത്തിൽ പങ്കാളിയാകേണ്ട കാര്യമേ ഇല്ല. അത് ആര് ഭരിക്കുമ്പോഴും അവർക്ക് അത് നടത്താൻ അറിയാം. പക്ഷേ അത് മറ്റുള്ളവരെക്കാൾ അധികം അക്കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കൂട്ടരായിരുന്നു സാധാരണഗതിയിൽ ആര്? CPM ഇടതുപക്ഷവും. അവർക്ക് RSSൻ്റെ ഈ പ്രോജക്റ്റ് എന്താണ്, അവരുടെ മേക്കിംഗ് ഓഫ് ഡീപ്പ് നേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ്, എങ്ങനെയാണ് അധികാര സ്ഥലങ്ങളിൽ അവർ കയറിക്കൂടുന്നതെന്നും ഈ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ തിരിക്കുന്നതെന്നും മറ്റാരേക്കാളും മനസ്സിലാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് CPM എന്ന് മാത്രമല്ല, അക്കാര്യം നാട്ടുകാരെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന 2016 ശേഷം നമ്മൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ആഭ്യന്തര വകുപ്പ് ഇവരുടെ കയ്യിലാണ്. ഇവരുടെ ഇതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. സുരേന്ദ്രൻ MLAമാരുണ്ടാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല, സംഗതി ഇവരുടെ നടപ്പനുസരിച്ചാണ് പോകുന്നത് എന്ന പ്രശ്നം.
അപ്പോൾ അത് ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലാണ് അൻവർ തന്നെ ഭരണപക്ഷത്തിൻ്റെ ഭാഗമായുള്ള അൻവർ വന്നിട്ട് ഈ പ്രസ്താവന നടത്തുന്നത്. RSSൻ്റെ ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ് ADGP അജിത് കുമാർ. അയാളാണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പാർട്ടി മുൻകൈയെടുത്ത് ഭരണതലത്തിലും സംഘടനാ തലത്തിലും തിരുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണതലത്തിലെ തിരുത്തൽ നോക്കൂ, പാർട്ടി തീരുമാനിക്കുന്നു തൊട്ടടുത്ത ആഴ്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫീസുകൾ എത്ര പെയിൻഫുള്ളായ ഒരു ഡെസിഷനാണ്. ആ ഫീസുകൾ കുറച്ചൊന്നും മാത്രമല്ല, മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് കുറക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി കൂടിയാണ് കേട്ടോ. മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ കെട്ടിട പെർമിഷനും ഇതൊക്കെ കുറക്കുന്നത്. അപ്പോൾ ഈ ഭരണതലത്തിൽ നടപടിയാവുന്നു, ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു, സപ്ലൈകോ ആക്റ്റീവ് ആവുന്നു. ഇങ്ങനെ ഭരണതലത്തിൽ നടത്തേണ്ട നടപടികളാവുന്നു, സംഘടനാ തലത്തിൽ നടപടികൾ ആരംഭിക്കുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പിൽ തൊടാൻ പറ്റുന്നില്ല. ഏറ്റവും കോറായി നിൽക്കുന്ന ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായത് ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകളാണ്. പക്ഷെ അതിൽ തൊടാൻ പറ്റുന്നില്ല. ഏത് തികഞ്ഞ പാർട്ടിക്കാരനായിട്ടുള്ള ഗോവിന്ദൻ മാഷ് വിചാരിച്ചിട്ടും തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അജിത് കുമാർ ഹൊസബലയെ കണ്ടത്? ഹൊസബലെ പ്രചാരകമാണ്. അദ്ദേഹത്തിന് ഭാര്യയും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടിലെ പെൺകുട്ടികളെ കല്യാണക്കാര്യം ചർച്ച ചെയ്യാനൊന്നും ആവില്ലല്ലോ. അപ്പോൾ അജിത് കുമാർ എന്തിനാണ് ഹൊസബലയെ കണ്ടത് എന്ന ചോദ്യം അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനിച്ചിട്ടും ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിനകത്ത് കടന്നു ചെല്ലുവാനും പാർട്ടി ആഗ്രഹിക്കുന്ന തരത്തിൽ അവിടെ മാറ്റങ്ങൾ വരുത്തുവാനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒരു എന്താ പറയുക, ഒരു വലിയ ചോദ്യമാണ്. ഈ പ്രശ്നത്തിൽ ഏറ്റവും പാർട്ടി പ്രവർത്തകർ അഭിമുഖീകരിക്കുന്നൊരു ചോദ്യമാണത്. അപ്പോഴാണ് വേറെ ചില സംശയങ്ങൾ വരുന്നത്. അപ്പോൾ ആരുടെ താല്പര്യമാണ്? അപ്പോൾ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യമാണോ? മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്, മകളുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ തന്നെ ലാവ്ലിൻ കേസുണ്ട്. ഇപ്പോൾ ചരിത്രത്തിലില്ലാത്ത വിധം മാറ്റിവെക്കപ്പെട്ട അനുഭവം ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള SFIO അന്വേഷിക്കുന്ന കേസുണ്ട്. അപ്പോൾ ഈ കേസുകളാണോ, ഇതുമായി ബന്ധപ്പെട്ട ദൂതാണോ ADGP അജിത് കുമാർ കൈമാറാൻ പോയത് എന്ന ചോദ്യം അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനിച്ചിട്ടും പാർട്ടിയുടെ സാംസ്കാരിക വിഭാഗവും അതിൻ്റെ പ്രധാനപ്പെട്ട അതിനുവേണ്ടി സൈബറിടങ്ങളിൽ പൊരുതുന്ന ആളുകളും LDFിലെ ഘടകകക്ഷിയായിട്ടുള്ള CPIയും ആഭ്യന്തര വകുപ്പിലെ RSS സ്വാധീനത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചിട്ടും ഒരളക്കവും ഒരനക്കവും ഒരു മാറ്റവും അതിനകത്ത് മാത്രം വരുന്നില്ല? എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ആ ചോദ്യം അഭിമുഖീകരിക്കുമ്പോഴാണ് പിണറായി വിജയൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് വലിയൊരു പ്രശ്നം അവിടെ വരും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഈ പ്രസ്ഥാനത്തെ എന്തിനു നശിപ്പിക്കണം എന്ന ചോദ്യം പാർട്ടി പ്രവർത്തകർക്കിടയിൽ വരുമല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നോക്കൂ, ബംഗാളിൽ എങ്ങനെയാണ് ഈ പാർട്ടി 35 വർഷം തുടർച്ചയായി ഭരിച്ച ഈ പാർട്ടി ഇല്ലാതായെന്നൊരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇതുതന്നെയായിരുന്നു. എങ്ങനെ ഈ പറയുന്ന സമാന്തരമായ അധികാര കേന്ദ്രങ്ങൾ പലയിടത്തും രൂപപ്പെടുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു കോക്കസ്, ഒരു സവിശേഷമായ അധികാര കേന്ദ്രം രൂപപ്പെടുന്നു. പാർട്ടിയുടെ ആഗ്രഹങ്ങൾക്കും പാർട്ടിയുടെ സമീപനങ്ങൾക്കും ഉപരിയായി അല്ലെങ്കിൽ അതിന് എതിരായി പല കാര്യങ്ങളും ചലിക്കുന്നു. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ലെന്ന് വന്നു കഴിഞ്ഞാൽ അതെവിടെയാണ് പോയി കലാശിക്കുക? അത് ഈ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയിലേക്കാണ് പോയി അത് കലാശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പാർട്ടിയുടെ ഒരു ഇതിൽ ആലോചിക്കുമ്പോൾ നിസ്സാരമായൊരു കാര്യമല്ല. ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം നാസർക്ക പറഞ്ഞതുപോലെ അദ്ദേഹം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുന്ന ഒരർത്ഥത്തിൽ നിസ്സഹായതയുടെ ഒരു അംശം അതിനകത്തുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യേണ്ടി വരും എന്നൊരു സന്ദേശം കൂടെ അതിനകത്തുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ കാണുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രമാണ്. ഇപ്പുറത്ത് ജനങ്ങളുണ്ട്, ജനങ്ങളിത് കാണുന്നുണ്ട്. ഈ പോലീസ് RSS വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് നടത്തിയിട്ടുള്ള നടപടികളുടെ ഇരയായിട്ടുള്ള മനുഷ്യരുണ്ട് ഇവിടെ, ജനതയുണ്ട് ഇവിടെ, സമൂഹമുണ്ട് ഇവിടെ, സമുദായമുണ്ട് ഇവിടെ. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് വരുന്ന ആൾ സുജിത് ദാസ് മലപ്പുറത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ്. 12,000 കേസുള്ള ഒരു ജില്ലയിൽ 46,000 ആ കേസുകൾ വളരുന്നെന്ന് പറഞ്ഞാൽ
10,000-കണക്കിന് മനുഷ്യർ അതിൻ്റെ ഇരകളായിട്ടില്ലേ? ഈ ഇരകളായ മനുഷ്യരില്ലേ, അവരുടെ കുടുംബങ്ങളില്ലേ? അപ്പോൾ ഇവർ ഗോവിന്ദ മാഷ്ക്ക് പാർട്ടി പ്രവർത്തകരോട് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റിയേക്കാം, പക്ഷേ ഈ മനുഷ്യരോടെന്ത് വിശദീകരിക്കും? അതുകൊണ്ട് ഇത് അത്ര എളുപ്പം ഇതിൽ നിന്ന് കുതറിച്ചാടാൻ പറ്റുന്നൊരു സംഗതിയല്ല. RSS എങ്ങനെയാണ് ഭരണതലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഏറ്റവും അധികം ജനങ്ങളെ പഠിപ്പിച്ച ഒരു പാർട്ടി, ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സംസ്ഥാനം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥൻ RSSൻ്റെ സർ കാര്യവാഹുവുമായിട്ട് ചർച്ച നടത്തുമെന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇടപെടൽ, ഈ RSSൻ്റെ ഇടപെടൽ പോലീസിൽ ഏതൊക്കെ തരത്തിൽ സ്വാധീനം ചെലുത്തുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ശരിക്കും വന്നത് ഇവിടെ നിന്നൊന്നുമല്ല. നമ്മൾ പറയുന്ന മലപ്പുറം ജില്ലയുടെ പ്രശ്നം മലപ്പുറം ജില്ല ആയതുകൊണ്ടും പിന്നെ ജനസംഖ്യാപരമായിട്ട് ഉള്ള പ്രത്യേകത കൊണ്ടും മുസ്ലിങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളതുണ്ട്. പക്ഷേ ഇപ്പം ഈ സമ്മേളനം തുടങ്ങിയതിന് ശേഷം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പാർട്ടി സഖാക്കളോട് സംസാരിക്കുമ്പം ആലപ്പുഴ ജില്ലയിലെ പാർട്ടി സഖാക്കൾ പല ബ്രാഞ്ച് സമ്മേളനങ്ങളാൽ പോലും പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞതും അവർ ഇങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നതുമായൊരു സാധനം, വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ, വോട്ട് മറിയുക എന്ന് പറഞ്ഞാൽ വോട്ട് മറിയാൻ കൃത്യമായിട്ട് കാരണങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വോട്ട് മറിഞ്ഞത്. ആലപ്പുഴ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറി ചെല്ലാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് CPM പ്രവർത്തകർക്ക് ആലപ്പുഴ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. കാര്യം പറഞ്ഞാൽ ഒന്നുകിൽ പിടിച്ചകത്തിടും. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ അരീക്കോടത്ത് അനുഭവിക്കാൻ പറഞ്ഞല്ലോ. ആലപ്പുഴത്തെ പ്രശ്നം അവർ പറയുന്നത് ഒന്നുകിൽ പിടിച്ചകത്തിടും, അല്ലെങ്കിൽ അപ്പം തന്നെ പത്രക്കാരെ, ചാനലുകാരെ, യൂട്യൂബുകാരെയും വിളിച്ചിട്ട് വിഷ്വൽ എടുത്തു കൊടുത്തിട്ട് പിന്നെ പ്രതികളെ കൊണ്ടുപോകാൻ CPMകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. അതുമല്ലെങ്കിൽ അപമാനിച്ച് പുറത്തേക്ക് ഇറക്കി വിടും. അങ്ങനെയാണ് CPMകാർ ആലപ്പുഴ ജില്ലയിലെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാൽ സംഭവിക്കുന്നത്. അതേ സമയത്ത് ഈ സംഘപരിവാറിൻ്റെ ആളുകൾ, അത് BJPക്കാരാവണം എന്നില്ല, ഈ എന്താണ് പറയുക, ഇങ്ങനെ ഈ പിന്നെ ഭക്തസംഘങ്ങൾ, പിന്നെ ക്ഷേത്ര കമ്മിറ്റികൾ, ഇങ്ങനെയൊക്കെ പല പേരിൽ, ഏത് പേരിലുള്ളതാണെങ്കിലും ഈ പിന്നെ സംഘപരിവാർ കക്ഷികൾ ആര് ചെന്നാലും അവിടെ കസേര വലിച്ചിട്ട് കൊടുക്കും, കാര്യങ്ങൾ നടത്തി കൊടുക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരെടുത്ത് പോയിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ടാണ് വോട്ട് മറിഞ്ഞത് എന്നാണ് അവിടുന്ന് CPMകാർ പറഞ്ഞത്. ഈ പ്രശ്നങ്ങളൊക്കെ സമ്മേളനത്തോടു കൂടി പുറത്തേക്ക് വരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പോലീസിൻ്റെ കാര്യം പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയോ എന്ന സംശയമാണ് വരുന്നത്.